എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ എവിടെ പോവാനുവേ? നമ്മളിപ്പോ ഇന്ന് രാവിലെ എണീറ്റ് ബ്രിസ്റ്റോൾ പോകാൻ പോവാ. നമ്മൾ എന്തിനാ പോകുന്ന ബ്രിസ്റ്റോള്? നമ്മള് വാവയുടെ ബർത്ത് രജിസ്റ്റർ. അതെ വാവേ, നീ വല്ല അറിയുന്നുണ്ട്? നിന്റെ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ പോകാൻ പോവാ. കുഞ്ഞിനാണെങ്കിൽ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് പാസ്പോർട്ട് ആണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പൊ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ട് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യാം അല്ലേ? പാസ്പോർട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും ഒരുമിച്ച് കിട്ടുമായിരുന്നു തോന്നുന്നു. പക്ഷെ ഇപ്പം 2 പ്രാവശ്യമായിട്ട് പോകണം. അത് അത്യാവശ്യം മെനക്കേടാണ്. കാരണം ഞങ്ങൾ ഇവിടെ ഡബൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ലണ്ടനിൽ നിന്ന് ഒരു 5.5 മണിക്കൂറാണ്. പക്ഷെ നമുക്ക് ഇപ്പം കാർഡിഫിൽ പോകാം. വെയിൽസ് നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമാണ് അല്ലേ? നമുക്ക് ലണ്ടനേക്കാളും അടുത്ത് വെയിൽസ് ആണ്. അപ്പൊ നമുക്ക് കാർഡിഫിൽ പോയിട്ട് കാർഡിഫിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുന്ന് 2.5 മണിക്കൂറുള്ളൂ. അപ്പൊ നമ്മള് നാളെയാണ് ശരിക്കും അപ്പോയിന്റ്മെന്റ്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീടുണ്ട്. ഫ്രണ്ട് നാട്ടിൽ ഉള്ളതാ. അപ്പം പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യണം. എന്നിട്ട് നാളെ രാവിലെ അവിടുന്ന് പോകാനാണ് നമ്മുടെ പ്ലാൻ അല്ലേ? അപ്പം രാവിലെ നേരത്തെയാണ് അപ്പോയിന്റ്മെന്റ്. എന്താണ് നാളെ 9:45 എന്തോ ആണ് അപ്പോയിന്റ്മെന്റ്. രാവിലെ ഇന്നാണെങ്കിൽ ഞങ്ങള് രാവിലെ ഒരു 8 മണി 9 മണി ടൈമിൽ ഇറങ്ങാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്താ. ചേട്ടൻ ചേച്ചിയും വരുന്നുണ്ട്. ഞാൻ പിന്നെ ചേട്ടന് രാത്രി മെസ്സേജ് അയച്ച്. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയപ്പോ 2 മണിയായി അല്ലേ? 2 മണിയായില്ലേ? 2:30 എന്തോ ആയി. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു 10:30 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പം 10:30 ആവുന്നു. അപ്പൊ ചേട്ടനൊക്കെ വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞ് അതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിന്നാണ് ഞങ്ങള്. രാവിലെ തന്നെ വാവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഹസില് തന്നെയാണല്ലോ അതിന്. അത് രാവിലെ പണ്ട് നമ്മൾ മാത്രം ഒരുങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പൊ വാവനെ റെഡിയാക്കണം. ആണ്. അപ്പം മൊത്തത്തില് എന്താ പറയണ, നമ്മള് നേരത്തെ എല്ലാം ചെയ്തു തുടങ്ങണം. നേരത്തെ ലാക്കി നിൽക്കാമായിരുന്നെങ്കിൽ ഇപ്പം അത് നടക്കത്തില്ല. നേരത്തെ 10:30 പോകാനായിരുന്നെങ്കിൽ ഒരു 10:15 ഇറങ്ങിയാൽ മതിയായിരുന്നു, റെഡിയായാൽ മതിയായിരുന്നു. ഇപ്പൊ 10:30 പോകണമെങ്കിൽ ഒരു 9 മണിക്കെങ്കിലും എണീറ്റ് 8 മണിക്ക് എണീറ്റാലും 10:30 നമുക്ക് പാല് കൊടുക്കാൻ എങ്ങനെ പോയാലും ഒരു 30-40 മിനിറ്റ് എങ്ങനെ പോയാലും വേണം അല്ലേ? പിന്നെ ഇപ്പൊ ഞങ്ങളാണെങ്കിൽ ബ്രസ്റ്റ് പമ്പിലെല്ലാം പമ്പ് ചെയ്ത് വെക്കും. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഫില്ല് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ ആപ്ലിക്കേഷൻ ഫോംസ് ഉണ്ട്, പിന്നെ ഒറിജിനൽസ്, ഡോക്യുമെന്റ്സ്, കാര്യങ്ങളെല്ലാം. അങ്ങനെ കുറെ സംഭവങ്ങൾ വേണം. എല്ലാം സെറ്റാണ്. ഇനിയിപ്പം ചെന്ന് എനിക്ക് തോന്നുന്നത് 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ട്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഒരു വട്ടം കൂടെ നമുക്ക് കാർഡിഫ് പോകണം അല്ലേ? 2 വട്ടമായിട്ട് പോയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. പാസ്പോർട്ട് നാട്ടിൽ പോണതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അനുവും. കുഞ്ഞാവ് അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാടി? കുഞ്ഞാവയ്ക്ക് അറിയില്ല. കുഞ്ഞാവയ്ക്കും കാണണം. കുഞ്ഞാവയ്ക്ക് എല്ലാരെയും കാണണം. കുഞ്ഞാവയുടെ മാമോസ നടത്തണം അല്ലേ? കുഞ്ഞാവേ വല്ലതും അറിയുന്നുണ്ടോ നീ? ഇത് ഏതാ തന്തപ്പടിന്ന്? അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ? നല്ല കാറ്റ്, നല്ല വെയിലുണ്ടെന്ന്. അടുത്ത ദിവസം ഇവിടെ എയർ ഷോ വരുന്നുണ്ട്. എന്നാടി വെള്ളി ശനി ഞായർ അല്ലേ? വെള്ളി ശനി ഞായറിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എയർ ഷോ അവിടെയാണ്. പെയിന്റർ എന്ന് പറഞ്ഞ ഏരിയയിലാണ് നടക്കുന്നത്. ആ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ വീടിന്റെ മുഖത്തൂടെ ഒക്കെ പ്ലെയിൻ പോണൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസം അത് കാണാനായിട്ട്. നിനക്ക് എന്തുവാ വേണ്ടേ? പാല് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിനക്ക് പാലല്ലേ വേണ്ടേ? പാല് തരാൻ ഞാൻ. അയ്യോ എന്ത് മോന്ത ഇത്? എന്നാ സങ്കടമായോ പൊന്നെ? ഇതേ പാല് ചൂടാവട്ടെ. പാല് ചൂടായിട്ട് നമുക്ക് പാല് കുടിക്കാമല്ലോ. വിശക്കുന്നുണ്ടോ? ഇല്ല പോട്ടെ. ഇത്രേ ഉള്ളു കാര്യം. അതിനാണ് ഈ കാറി പൊളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഒരു 5 സെക്കൻഡ് എനിക്ക് തരാൻ. കേട്ടോ നീ? ഒരു 5 സെക്കൻഡ് അല്ലേ ഞാൻ ചോദിച്ചോളൂ നിന്നോട്. വിശക്കുന്നുണ്ടേ അത് പറയണം, അല്ലാണ്ടിരുന്ന് കരയുമല്ലേ ചെയ്യേണ്ടത്. അപ്പഴ ചോക്ക് തീർന്ന് അമ്മ പാല് തരും. കുഞ്ഞാവയുടെ അമ്മ എത്തി. കുഞ്ഞാവനെ കാണാ ഷിൻഡാങ്കളും മേരി ആന്റിയും വന്നല്ലോ. ഞങ്ങള് പാല് കുടിച്ചിട്ടിരിക്കുവാണല്ലോ. വെൽക്കം ടു നൈസ് ടു മീറ്റ്. നമ്മളിപ്പോ ബ്രിസ്റ്റോളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കാണ്. ചേട്ടനും ചേച്ചിയൊക്കെ വന്നു. വാവ സെറ്റാണ്. വാവ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മയങ്ങുന്നുണ്ട്. പോവാ ചേട്ടാ. അപ്പൊ നമ്മള് ഇവിടെ വാവയുടെ തൊട്ടിലും പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് കിടത്തണോ അല്ലേ? ഓരോരുത്തരുടെ കയ്യിലും ഓരോന്നായിട്ട് പിടിക്കാനുണ്ട് അല്ലേ? മതി. അങ്ങനെ ഫൈനലി ഇവിടെ സെറ്റാക്കി. ഒത്ര സെറ്റല്ലെന്ന് തോന്നുന്നു. അവളോടെ കരയാൻ പോകും. ആണോടി? നീ ഓക്കെ ആണോ? അതെ, ഓക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഹലോ ഗായ്സ്, ഞാൻ യാത്രക്ക് പോവാണ്. നിങ്ങളും വരില്ലേ ഗായ്സ്? ഹായ്. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ ട്രാവൽ ഇവിടെ ആരംഭിച്ചു. ഇനി നമുക്ക് 2.5 മണിക്കൂറാണ് ബ്രിസ്റ്റോളിലേക്കുള്ളത്. അപ്പൊ ഞങ്ങളുടെ 2ാമത്തെ ടൈമാണ് ഞങ്ങൾ ബ്രിസ്റ്റോൾ. ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ബ്രിസ്റ്റോൾ കറങ്ങാൻ വേണ്ടി പോയ ഞങ്ങൾ, കാരണം ബ്രിസ്റ്റോൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ലണ്ടനിൽ നിന്ന് വരും. അപ്പം ബ്രിസ്റ്റോളിൽ കറങ്ങാൻ വേണ്ടി പോകുന്നത് ഇപ്പം 2ാമത്തെ വട്ടമാണ്. വാവ ഉറങ്ങിയടി? ഉറങ്ങിയല്ലേ? അവള് സാധാരണ അവള് വണ്ടി കയറി കഴിഞ്ഞാൽ അവള് പെട്ടെന്ന് തന്നെ ഉറങ്ങും. വലിയ ബഹളമൊന്നും ഇതുവരെ അങ്ങനെ ബഹളം വെച്ചിട്ടില്ലല്ലോ അടിയന്.
ബഹളം വണ്ടി നിർത്തി കഴിയുമ്പോഴേക്കുള്ള ബഹളം. നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം ബൂട്ട്സിൽ എന്തോ പോയി കിടന്നപ്പം ബഹളമായിരുന്നു അല്ലേ? അങ്ങനെ സാധാരണ വണ്ടി മൂവിങ് ആണെങ്കിൽ അവര് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങും. പിന്നെ എന്തായാലും ഞങ്ങൾ പോട്ടെ പോകുന്ന വഴിക്ക് നമുക്ക് കടയിൽ എന്തെങ്കിലും വാങ്ങി അവർക്ക് എന്തെങ്കിലും വാങ്ങാം. നമ്മൾ ആദ്യമായിട്ട് അവരുടെ വീട്ടിൽ പോകുന്നത്, അപ്പം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ട് പോവാം. അപ്പൊ നമ്മളാണെങ്കിൽ അസ്ദയിൽ വന്നിട്ട് ഒരു ഓർക്കിഡ് വാങ്ങി. കൊള്ളാല്ലേ? അത് നൈസ് അല്ലേ? ഓർക്കിഡ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്നും നമ്മുടെ മെമ്മറി അവിടെ ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മേടിച്ചെന്ന റോസാപ്പ് വാടി അതെ. ഞങ്ങൾ ഇവിടെ ഒരു വൈറ്റ് റോസ അല്ല ഓർക്കിഡ് അല്ലാതെ വേറൊരു ഓർക്കിഡ് തന്നില്ലായിരുന്നു. ആ ഓർക്കിഡ് ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ, ലൈക്ക് പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ഒരു വൈറ്റ്. ലൈക്ക് ഇപ്പൊ ഞങ്ങള് വൈറ്റ് ഓർക്കിഡ് വാങ്ങി ഒരു ചെടിച്ചട്ടി. ഇതെങ്ങനെയുണ്ട്? നല്ല ഭംഗിയില് കാണാൻ. ഇതുപോലെ ഇപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ UK നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. അത് കാരണം എന്ത് ചെയ്യുന്ന ചേട്ടൻ ഒരു കുഞ്ഞി ഫാൻ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങള് ട്രിപ്പിന് ഇറങ്ങിയേക്കുന്നത്. നല്ല കൊള്ളാല്ലേ? നല്ല നല്ല ഫാൻ. കൊച്ചിനെ വേണ്ടിട്ട് ചേട്ടൻ എടുത്തോന്ന് തോന്നുന്നു. അത് കൊള്ളാല്ലേ? പണ്ട് നമ്മുടെ ബസ്സിലും വാനിലും മറ്റേ ഓമിനിയിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു കുഞ്ഞി ഫാൻ. എനിക്ക് നല്ല ഭംഗിയില്ലേ? ഇത് മറ്റേ പവർ ബാങ്കിലിട്ട് ചാർജ് ചെയ്യുന്നതാണ്. പക്ഷെ അത്യാവശ്യം ചെറിയൊരു കാറ്റ് വരും ഇതില്. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല കാറ്റുണ്ട്. നമ്മളാണെങ്കിൽ ഇപ്പം ഒരു സർവീസ് സ്റ്റേഷനിൽ കയറി കൊച്ചിനെ പാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്നാ വെയിലല്ലേ ചേച്ചിയെ? അയ്യോ, വെയിൽ കൊണ്ടിട്ട് തളർന്നു പോവുക. ഭാവയാണെങ്കിൽ ഇവിടെ നല്ല ഉറക്കല്ല. അവിടെ എണീറ്റിട്ടില്ല അല്ലേ? ഇടയ്ക്ക് കണ്ണൊക്കെ തുറന്നു നോക്കും. ഇവിടെ ആണെങ്കിലുണ്ടല്ലോ നല്ല ചൂടുണ്ട്. 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഇപ്പൊ ചൂട്. അതാണ് ഇത്രയും ചൂട് ഇവിടെ. നാട്ടിലെ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണ്ട, കാരണം നാട്ടിലത്തെ യൂസ്ഡ് ആണ്. കാരണം ഇവിടെ നിന്ന് പെട്ടെന്ന് തണുപ്പിന്ന് ചൂടിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം പറ്റുന്നത്. കഴിഞ്ഞ ദിവസം 12, ഇന്ന് 39. അങ്ങനെ വരുമ്പോഴാ പാട്. അപ്പം നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഞങ്ങള് വേർക്കത്തില്ല അങ്ങനെ, പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പൊ അനുവാണെങ്കിൽ ഇവിടെ കൊച്ചിന് പാല് കൊടുത്തോണ്ടിരിക്കുക വണ്ടിക്കകത്ത്. അപ്പൊ നമ്മളാണെങ്കിലും ഉണ്ടല്ലോ ഇപ്പം മാക്ഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞങ്ങൾക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാക്ഡി ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ ആണെങ്കിൽ കോസ്റ്റ ഉണ്ട്, മാക്ഡി ഉണ്ട്. ഇത് റോഡ് ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് സ്റ്റേഷനാണ്. നമ്മുടെ ഓർഡർ 98 അതിന് വെയിറ്റിംഗ്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചു. വാവയാണെങ്കിൽ പാലൊക്കെ കുടിച്ച് ടയേർഡായിട്ട് ഇങ്ങനെ ഫേസ് എക്സ്പ്രഷൻ ഒക്കെ കാണിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ എന്താ സാലഡ് ആണല്ലോ വാങ്ങിയ? ചിക്കൻ ആൻഡ് ബേക്കൺ സാലഡ്. ചേച്ചി ബർഗർ. ഞങ്ങൾ എല്ലാരും ബർഗർ വാങ്ങി. എങ്ങനെയുണ്ട് ചേച്ചി ബർഗർ? നല്ല ബർഗർ. എങ്ങനെയുണ്ട്? അത് ഇറക്കിയിട്ട് പറയും ഒന്നും വേണ്ടെന്ന്. എനർജി ഡൗൺ. അത് ഭയങ്കര ഹീറ്റ് അല്ലേ? ഭയങ്കര ചൂട് പറഞ്ഞാൽ ഭയങ്കര ചൂട്. 1 മണിക്കൂറും കൂടെയുണ്ട് നമുക്ക് ഡ്രൈവ്. ഏകദേശം ഞങ്ങളൊരു 3:30-4 മണിയാകുമ്പോൾ റോഡ് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു വണ്ടി കത്തി. എന്താ റോഡ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഈ ചൂട് കാരണം വണ്ടി കത്തി. ഒന്ന് ആലോചിച്ച് എനിക്ക് ആ മാതിരി ചൂടായിരുന്നു. അങ്ങനെ റോഡ് മൊത്തം ബ്ലോക്ക് ആയിരുന്നു. 4:30 ആകുമ്പോഴാണ് ഞങ്ങൾ എത്തത്തുള്ളൂ. നേരത്തെ 3:30-3:45 കാണിച്ചോണ്ടിരുന്നത്. എങ്ങനെയുണ്ട് ബർഗർ? അടിപൊളിയല്ലേ? ഇഷ്ടമല്ലേ നിനക്ക്? ബർഗർ ഇഷ്ടമായിരുന്നല്ലോ. തലവേദന ഇട്ടെടുത്തിട്ട് എന്തൊക്കെ ചെയ്ത് കൊടുത്താലോ. അങ്ങനെ നമ്മൾ ഫൈനലി എത്താറായി. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് കൂടെയാണ് ഉള്ളത്. ഞങ്ങൾ പോകുന്ന റൂട്ടിലാണെങ്കിലും മൊത്തത്തോടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ട്രാഫിക്. മറ്റേ സൈഡിലാണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് 4-5 വണ്ടികൾ ഒരുമിച്ച് ഇടിച്ചു കൂടി അല്ലേ? എന്ത് ബ്ലോക്ക് അല്ലേ അവിടെ? മൊത്തത്തി ഇടിച്ചിടിച്ച് കിടക്കുക. എന്നിട്ടാണെങ്കിൽ 5-6 കിലോമീറ്റർ ഈ ഒരു ബ്ലോക്കിംഗ് ഇങ്ങനെ കിടക്കുക. മൂവ് ചെയ്യുന്നില്ല. 5-6 കിലോമീറ്റർ ആയിട്ട് ആ വണ്ടികളെല്ലാം ഇങ്ങനെ 5-6 കിലോമീറ്ററുകൾ വണ്ടികൾ അതെ റോട്ടി ഇറക്കിയൊക്കെ നിൽക്കുക. മറ്റേ മുട്ട പൊരിച്ചിട്ട് ഞാൻ പൊരിച്ചു കിട്ടുമെന്ന് തോന്നുന്നു. ആ മാതിരി ചൂടും ഇങ്ങനെ മൊത്തത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. ഈ സൈഡും അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ ലേറ്റ് ആയി, സമയം പോയി. ഇനിയിപ്പം 20 മിനിറ്റ് കൂടെയാണുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തോന്നുന്നു. എന്നാണ്ട് വിശേഷമൊക്കെ? എന്നാണ്ട് വിശേഷം? ഇത് വേറെയാണോ? ഹലോ, അടിപൊളി. ഇതാണ് ബ്ലസൽ. ഞങ്ങളെല്ലാം ഒരേ നാട്ടുകാരാണ്. ഇത് ലിഡിയ വൈഫാണ് അല്ലേ? ഞാൻ നിന്നോട് തന്നെ പറയുന്നു. എന്തോ ഫോട്ടോ എടുത്തിട്ട് വന്നോ? ഒരു വീഡിയോ തരാമോ? എനിക്ക് വീട്ടിൽ കഴിക്കാനാണ്.
ഇവിടെ എന്താ നല്ല മീനിന്റെ മണം. ഇവിടെ ലിഡിയ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെന്ത് മീനാ ഇത്? സിൽവർ നാഗോലിയാണോ? നല്ല നാഗോലിയാണോ? ആവോലി. ഇവിടെ അടിപൊളി മീനൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വറുത്തിടുന്നുണ്ട്. അതിനൊരു ഭയങ്കര വിശപ്പാണെന്നല്ലേ? വിശപ്പിട്ടല്ലേ? ഇവിടെ വേറെ എന്തൊക്കെയാ കറി? ഇവിടെ ചാളക്കറി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓ എമ്മി എമ്മി. പയർ, ചോർ, എന്താ ക്യാബേജാ? ക്യാബേജ്. ഇഷ്ടംപോലെ കറി ഉണ്ടല്ലോ. ഇതെന്ത്? ഈ ബീഫ്. നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വന്നല്ലോ. ഇത് ലിഡിയ കുക്ക് ചെയ്യുന്ന ഇതെല്ലാം. ഇവിടെ ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ എടുക്കണമെന്ന് പ്ലസിനെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. കുപ്പി കാണിച്ച കുപ്പി അടിച്ച് കുപ്പി കൊച്ചായിട്ട് ഇങ്ങനെ പിടിക്കണം. പഠിച്ചോ? അങ്ങനെ നീ 2 മാഡം കൂടെ ഇങ്ങോട്ട് നോക്കിക്കോ. എന്താ പരിപാടി? എന്താ നമ്മൾ വോക്കിന് പോവാണ്. ഞങ്ങളിപ്പോ രാത്രി ഇപ്പൊ 8 മണി കഴിഞ്ഞു. 9 മണിയായോ? അയ്യോ, ഞങ്ങളിപ്പോ ചുമ്മാ ബ്രിസ്റ്റോള് കറങ്ങാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോണല്ലോ. ചേച്ചി സുന്ദരിയല്ലോ. മോഹം കഴിക്കല്ലേ? പോവാം. കുഞ്ഞാവ റെഡിയാണോ? വാ, ഞാൻ എടുക്കാം. പോവാ നമുക്ക്. കുഞ്ഞാവയുടെ വണ്ടിയിൽ കേറി ഞങ്ങള് നടക്കും. കുഞ്ഞാവയുടെ വണ്ടിയിൽ പോവല്ലേ? അല്ലേ? അവള് ഞെട്ടിയൊക്കെ നിൽക്കുന്നു. നമുക്ക് പോവാം. ഡ്രൈവർ റെഡിയാണ്. കുഞ്ഞാവയുടെ ഡ്രൈവർ റെഡിയാണ്. നമ്മള് പോവാൻ പോവാണ്. ഈശോ എന്നെ ബ്രിസ്റ്റോൾ എങ്ങനെ കണ്ടില്ലല്ലോ. കാണാൻ വേണ്ടി ഇറങ്ങിയതാണല്ലോ. ലിഡിയ പിന്നെ ഡ്രസ് മാറിയാ. നേരത്തെ പച്ചയിട്ട് നടന്ന ആളാ. മിനിറ്റുകൾ കൊണ്ട് ഡ്രസ് മാറി നടക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ ചുമ്മാ വോക്കിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്. കുഞ്ഞാവയ്ക്ക് മാത്രമാണ് വണ്ടി ഉള്ളത്. ബാക്കി നമ്മളെല്ലാരും നടക്കണം. പ്ലസ് ഇതാണ് ഞങ്ങളുടെ പ്ലസ്. വിജയ് ഫാനാണ്. ഞങ്ങളപ്പോ ചുമ്മാ സിറ്റി കാണാൻ വേണ്ടി ഇവര് എന്തൊക്കെയാ കാണിക്കാന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോവാ. അല്ല ദേ ലിഡില് ഇവിടുന്ന് ഇവർക്ക് 2 മിനിറ്റ് പോലും ഇല്ല ലിഡില്. നോക്കി വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ പ്ലസ് പച്ചമുളക് തീർന്ന് നേരെ പ്ലസ് നോക്കി ആണല്ലേ. നേരെ വരിക, പച്ചമുളക് വാങ്ങാൻ പോവുക. 2 മിനിറ്റേ ഉള്ളൂ. അത് കൊള്ളാം. നൈസ്. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഇപ്പൊ നമ്മൾ മോറിസണിലേക്കാണല്ലോ. മോറിസണിൽ പോകുന്നു. മറ്റേ പൂ നമ്മൾ ഇന്നലെ കണ്ട പൂ. എന്ത് രസമല്ലേ? രാത്രി ചെയ്ത് കാരണം ലൈറ്റ് ഇല്ല. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടെ മോറിസണിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു നടന്നോണ്ടിരിക്കുക. ബ്രിസ്റ്റോളിലെ ബസ് ഉണ്ടാടി, പച്ച കളറിലെ ബസ് അല്ലേ? എണീറ്റോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പശുമ്പ എന്തേ? വീട്ടിൽ പോയി പാല് കുടിക്കാലോ. ചേട്ടാ എന്താ പരിപാടി? വിഷയം തന്നെ. അപ്പൊ ലിഡിയ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഇവിടെ ഇഷ്ടംപോലെ കറികളും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മീൻ വറുത്തത്, പയറ്, ക്യാബേജ്, ലൈക്ക് ഇതെന്താണ് ബീഫ്, ഇത് പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ, പിന്നെ അച്ചാറ്, വെളിച്ചെണ്ണയിൽ വറുത്ത സൂപ്പർ മീൻ വറുത്തത്, സവോളയൊക്കെ ചേർത്ത നാരങ്ങയൊക്കെ ചേട്ടൻ അടിച്ചിട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ചേട്ടൻ 2 അടിച്ചതിന്റെ അത്. ഇതെല്ലാം വരൂട്ടാ. നിസ്സാര കാര്യം. ചെറുതോടെ അടിച്ചതിന് വിഷയം. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്ന ലിഡിയന്റെ ചാള കറി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അടിപൊളി ചാളക്കറിയൊക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ചിരിയിലെല്ലാം നോക്കി അല്ലേ പ്ലസ്? പിന്നെ മോരിന് നല്ല കളറല്ലേ നോക്കി. അയ്യോ, പ്ലേറ്റ് ഫുൾ ഓഫ് കറീസ് അല്ലേ? പ്ലേറ്റ് ഫുൾ ഓഫ് കറീസ്. ഇനിയും കറി വരാനുണ്ട്. തെറ്റാണ്. പക്ഷെ അത് നമുക്ക് നാണക്കെട്ടൊന്നുമില്ല. ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പുണ്യാളായിട്ടൊന്നും കാര്യമില്ല. അത് കാണിച്ചു ഞാൻ ഉച്ചയ്ക്കും കാണിച്ചു, 2 വട്ടം കാണിച്ചു. ഇവിടെ അനുവാണെങ്കില് നിന്റെ ഫുഡ് നീ നേരത്തെ കഴിച്ചു തുടങ്ങി അല്ലേ?
നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ ഒരാൾ എണീക്കുന്നതിന് മുന്നേ കഴിച്ചു തീർക്കാൻ വേണ്ടി. അതെ, വാവയാണെങ്കിൽ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവളവിടെ ഉറങ്ങുന്നു. ഞങ്ങളിവിടെ സ്ലീപ്പിംഗ് മ്യൂസിക് ഒക്കെ ഇട്ട് അവളിങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നൈസായിട്ട് അവളെ ഉറങ്ങുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് നേരത്തെ കൊടുത്ത്. ഗുഡ് മോർണിംഗ്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എന്തായി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പരിപാടി? എന്തായിരുന്നു? നിങ്ങൾ ഇന്ന് കാർഡിഫ് പോവാണ്. നമ്മുടെ പ്ലാനിലൊരു ചേഞ്ച് വരുത്തി. അനുവും ചേച്ചിയും കൊച്ചും ഒന്നും വരുന്നില്ല. ഞാനും ചിന്നോചാരനും ബ്ലസനും കൂടെ പോവാന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് അല്ലേ? എന്തുകൊണ്ടാ? വാവ ഇത്രയും രാവിലെ എണീറ്റൊക്കെ റെഡിയായി പിന്നെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഇപ്പൊ സമയം 6:45 7 മണിയായി. 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചപ്പോ 7:15 ലൈക്ക് ഇനിയിപ്പോ 1.5 മണിക്കൂർ ട്രാവല് 9:45 സമയമുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് അല്ലേ? ഞങ്ങൾ പോയിട്ട് വരാം. നമുക്ക് പാസ്പോർട്ടിന് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് നേരെ കാർഡിഫ് പോയി അവിടെ സ്റ്റേ ചെയ്യാം. കാർഡിഫിലായിരിക്കാം. അനുവിന് എന്താ പരിപാടി? അറിയില്ല, അവളുടെ പരിപാടി പോലെ ഇരിക്കും എല്ലാ പരിപാടിയും. ഉറക്കമായിരിക്കും. ഉറങ്ങാൻ പോകണേ ഇനി. ഇന്ന് ഇവിടെ 3 പെണ്ണുങ്ങൾ ഭരിക്കും. ലിഡിയ ഉണ്ട്, അനുമോളും ഉണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ കുഞ്ഞു പെണ്ണും ഉണ്ട്. 4 പെണ്ണുങ്ങളുണ്ട്. അനുമോൾ, ടാറ്റ ചേച്ചി, ടാറ്റ ലിഡിയ, ടാറ്റ വാവ. ഞങ്ങൾ പോയിട്ട് വരാം. പോവാം. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ കാർഡിഫിലെത്തി. ഇനിയിപ്പം അപ്പോയിൻമെന്റ് നടക്കുന്ന സെന്റർ തപ്പി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ അടുത്ത കണ്ടൊക്കെയാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ 10 മിനിറ്റ് പരിപാടി എന്തോ ഉള്ളൂ. ചെന്ന് നോക്കട്ടെ. ഭീമാകാരമായ കൊട്ടാരങ്ങൾ. ഒറ്റ മനുഷ്യനില്ല അല്ലേ എവിടെയൊന്നും? അതെ, അനാഥാലയം പോലെ കിടക്കണം. മൊത്തം ചപ്പും ചവറും വേസ്റ്റ് ഒക്കെ ആയിട്ട് മൊത്തം മനുഷ്യ പോലെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പൊ സമയം 12 മണിയായി. നമ്മൾ 9:45 വന്നതാണ്. പിന്നെ ഒരുപാട് വരുന്ന പറഞ്ഞാൽ ഒരുപാട് പേര് ക്യൂ നിൽക്കുക. നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിൽ ആകെപ്പെട്ട് ഞങ്ങൾ 9 മണിക്ക് ഇവിടെ എത്തി. 9:45 അപ്പോയിന്റ്മെന്റ്. എന്നിട്ട് ഞങ്ങൾ 9:30 ലാഗി നിന്ന് 9:30 റിസപ്ഷനിൽ പോയി ടോക്കൺ എടുക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണ് പറയണത് ഫോട്ടോ വേണമെന്ന്. അപ്പൻ്റെയും അമ്മയുടെയും കൊച്ചിൻ്റെയും ഫോട്ടോ വേണമെന്ന് പറഞ്ഞ്. പിന്നെ 9:30 ഞങ്ങൾ ഓടി. ഞങ്ങൾ 3 പേരും കൂടെ ഓടി പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി. അങ്ങനെ അടുത്ത് ഭാഗ്യത്തിനൊരു കട ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഓടണമായിരുന്നു. ഒരു 7 മിനിറ്റ് ദൂരെയായിരുന്നു. അത് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് സമയം അത് ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പം 9:50-55 ആയി. അപ്പം പുള്ളിക്കാരനോട് ആദ്യം തന്നെ ഞാൻ ഓടിക്കതച്ചാൽ ചെന്നേ. അപ്പോൾ പുള്ളിക്കാരനോട് ആദ്യമേ കണ്ട ഒരു ഓർമ്മയുള്ള കാരണം പുള്ളിക്കാരൻ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അല്ലെങ്കിൽ പറഞ്ഞു വിട്ടാണ്. ഞാൻ ഓടിക്കതച്ച് വന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നീ വേഗം പോയിട്ട് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയാം. അപ്പം തന്നെ പുള്ളിക്ക് ഒരു സിമ്പതി തോന്നി നമ്മളോട്. പിന്നെ എല്ലാം സെറ്റായിരുന്നു. പിന്നെ നമ്മുടെ വെയിറ്റ് ചെയ്ത് ടോക്കൺ 20 ആയിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം വേറെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. അത് തന്നു, അതും ഫില്ല് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ലൊരു പുള്ളിക്കാരനായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പം വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. ഓട്ടം അല്ലേ പ്രസാ? ഒന്നും പറയണ്ട. ശനിചേട്ടാ നമ്മൾ കാർഡിഫ് ഇറങ്ങാൻ പോയില്ലല്ലോ. കാർഡിഫ് ഇറങ്ങാൻ പോവായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കറങ്ങിയാൽ നമ്മളെ ഇട്ട്. അതെ, കറക്ക്. ഇനിയിപ്പം അവർ പറഞ്ഞത് രണ്ടാഴ്ച ഗ്യാപ്പില് എന്തായാലും ബർത്ത് സർട്ടിഫിക്കറ്റ് വരും. അത് കഴിഞ്ഞിട്ടാണ് ലൈക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനിയോ നമ്മൾ ഒന്നും കൂടെ വന്നിട്ട് വേണം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ. പാസ്പോർട്ട് കിട്ടിയിട്ട് വേണം നാട്ടിൽ പോകാൻ. ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള തിരക്കിലാണ് ബ്ലസൻ. അതെ, അതിനു വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിൽസ് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല, ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ സർക്കിട്ടും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയല്ലേ. അതെ, മടുത്തു പോയി. ഞങ്ങളങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒരു ലെറ്റർ കിടക്കുന്നു. എല്ലാം സെറ്റ്. ചേച്ചി ഗിഫ്റ്റ്. ഓ, കുഞ്ഞിപ്പെണ്ണ് എന്തെടുക്കുവാ? കുഞ്ഞിപ്പെണ്ണ് എന്തെടുക്കുവാ? പാല് കുച്ചോ? ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോയതല്ലേ അപ്പ? കുഞ്ഞാവയ്ക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോയാണ്. ഓ, ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് വരും, പാസ്പോർട്ട് വരും. അപ്പൊ ഞങ്ങളുടെ പരിപാടിയല്ല ഇവിടുത്തെ കഴിഞ്ഞു അല്ലേ? കളർഫുൾ ആണല്ലോ. LGBTQ ചേർന്ന അല്ല, അവിടെ റെയിൻബോ അല്ലേ? ഇതെന്താ പരിപാടി? നമ്മള് വീട്ടിലേക്ക് പോകാൻ പോകാണല്ലേ? അതിനോട് സുല്ലത്തിയായി എനിക്ക്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കാണ് എല്ലാവരും കൂടെ. അപ്പം താങ്ക് യു സോ മച്ച് ബ്ലസ്. ഞങ്ങളെ 2 ദിവസത്തേക്ക് അക്കോമഡേറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ലിഡിയ, താങ്ക് യു. ലിഡിയയുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറാന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്. എന്താ
ലിഡിയ പറഞ്ഞ സാധന എന്താ നമ്മുടെ ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടല്ലോ, നമ്മള് ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ നമ്മളിങ്ങനെ വട്ടത്തില് വീടിന്റെ ഫ്രണ്ടിലൊക്കെ തൂക്കി വെക്കത്തില്ലേ, ഒരു ചുവന്ന കളറിലെ. ഓ അപ്പൊ അതാണ് ഈ മരം എന്നാണ് ലിഡിയ പറഞ്ഞത്. ആണെന്ന് തോന്നുന്നു. ശരിയാ, ലിഡിയാണ് പറഞ്ഞത്. അല്ല ലിഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അത്? അല്ല ശരിയാ ശരിയാട്ടോ, അതാണെന്ന് തോന്നുന്നു. കറക്റ്റാ. ഫോട്ടോ എടുക്കാം. അപ്പൊ അതാണെങ്കിലാണെന്ന് പറഞ്ഞിട്ട്, ഇതല്ലെങ്കിൽ വേറെ പറഞ്ഞു. 1 2 3 ഗോ. അങ്ങോട്ട് വരിക, നമ്മൾ അടിച്ചു കൊടുത്തു ഫിഷിംഗ്. അതെ, നമുക്ക് ഫിഷിങ്ങിന് പോകാം. നമുക്ക് താങ്ക് യു സോ മച്ച് ഫോർ ദ ഞങ്ങളെ സഹിച്ചതിന്. ഫുഡിന് പ്രത്യേക നന്ദി. ഇവിടെ കാണാം. പോട്ടെ.